പ്രിയപ്പെട്ട ബിസിനസ് സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടി മറ്റൊരു കൺസൾട്ടൻറ്റിനെ കാണാൻ മീറ്റ് ചെയ്യാൻ ദുബായ് വരെ വന്നത്. നിങ്ങൾക്കറിയാം, ഞാനും ഒരു കൺസൾട്ടൻറ്റാണ്. ബട്ട് എൻ്റെ ക്ലയൻറ്റിൻ്റെ ചിലവിൽ ദുബായ് വന്നിട്ട് മറ്റൊരു കൺസൾട്ടൻറ്റിനെ കാണുമ്പോൾ എൻ്റെ പർപ്പസ് എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, ഞാൻ കൺസൾട്ടൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുക്കുകയോ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ക്ലയൻറ്റിനെ സന്തോഷിപ്പിക്കുകയല്ല വേണ്ടത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആ മേഖലയിൽ എക്സ്പേർട്സ് ആരാണോ അവരെ ഏൽപ്പിക്കുകയാണ്. എക്സ്പേർട്ട് അഡ്വൈസിനും എക്സ്പേർട്ട് സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് ബിസിനസ് ഒരു കൺസൾട്ടിങ് സർവീസ് എടുക്കാറ് തന്നെ. അതിൽ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകൾക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എക്സ്പേർട്സ് ആർ ഓൾവേസ് കോസ്റ്റ്ലി, വെറാസ് സെമി എക്സ്പേർട്സ് ആർ വെരി വെരി ചീപ്പ്. മുറിവൈദ്യൻ എന്ന് പറയുന്ന പോലെ ഒരുപാട് മുറിവൈദ്യന്മാരുണ്ട്. അവർ വളരെ ചീപ്പായിരിക്കും, എന്നാൽ അവർക്ക് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റും ക്ലയൻറ്റിനെ. പക്ഷേ അവരുടെ സർവീസിൽ നിന്ന് ഒന്നാമത്തെ രണ്ടാമത്തെ സർവീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പേർട്ട് സർവീസും സെമി എക്സ്പേർട്ട് സർവീസും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ചാർജ് വലുതായിരിക്കും. പ്രൊഫഷണൽ ഫീസ് ആയിരിക്കും എന്ത് ചെയ്യുക, വാങ്ങിക്കാം. മറ്റേ നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. പല നിലക്കും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാനുണ്ടാകും, അവർ കോംപ്രമൈസ് ചെയ്ത് തരും. എന്നാൽ സർവീസിലാണ് ആ കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാം. എക്സ്പേർട്ട് സർവീസ് എപ്പോഴും ടൈം ബൗണ്ടഡ് ആയിട്ട് അവർ നമ്മളെ കയ്യിൽ അത് തരുമ്പോൾ, ഫൈനൽ എന്ന് പറഞ്ഞ് തരുന്ന സമയത്ത് അത് കംപ്ലീറ്റഡ് ആയിരിക്കും. പിന്നീട് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനുണ്ടാവില്ല. വെറാസ് നമ്മൾ ചീപ്പായിട്ട് അക്വയർ ചെയ്തിട്ടുള്ള സെമി എക്സ്പേർട്സിൻ്റെ സർവീസ് ഒരു കാലത്തും കംപ്ലീറ്റ് ആവില്ല, അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പ്രശ്നങ്ങൾ ബാക്ക് ടു ബാക്ക് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ചെയ്ത സർവീസുമായിട്ട് ബന്ധപ്പെട്ടത് അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്നു. അഡീഷണൽ എക്സ്പെൻസസ് എന്ത് ചെയ്യും, അതിൻ്റെ പുറത്ത് വരും. കൺസൾട്ടിങ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ചെറിയ പൈസ ആയിരിക്കില്ല. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ പുറകിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും, ചിലവഴിച്ചിട്ടുണ്ടാവും. ലീഗൽ ഹെഡേക്സ് വേറെയും എന്ത് ചെയ്യും, വരും. സോ കുറച്ച് പൈസ ചിലവാക്കിയാൽ ഒന്ന് അതിൻ്റെ വെർത്ത് മനസ്സിലാക്കുക. നമ്മൾ എടുക്കുന്ന സർവീസസിൻ്റെ വെർത്ത് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാണ്. കൺസൾട്ടിങ് സർവീസസ് ബിസിനസ്സിന് മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സ്പേർട്ട് സർവീസ് എടുത്താൽ കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ടാവും. വെറാസ് നിങ്ങൾ ബഡ്ജറ്റിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ട് കൺസൾട്ടിങ് സർവീസസ് എടുക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫീസ് ചെറുതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ തലവേദനകൾ വലുതായിരിക്കും.